എന്ന് പറയുമ്പോഴേ കലാപരിപാടി, കായിക പരിപാടി, ഭക്ഷണ പരിപാടി, പിന്നെ അങ്ങനെ ഒരുപാട് കഥാപരിപാടികളൊക്കെ ഉണ്ടാവും. ഇതിൽ ഏത് പരിപാടിയാണ് മിനിസ്റ്റർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓണത്തിൻ്റെ കാര്യത്തിൽ? ഓണാട്ടുകരയാണ്. നൂറിനാണെന്ന് മാത്രം പറഞ്ഞാൽ പോലെ. അതെ, ഓണാട്ടുകര എന്നാണ് പറയുന്നത്. നാട്ടിലൊരു ഓണത്തിൻ്റെ പേരിലൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഓണാട്ടുകരയാണ്. അങ്ങനെ ഈ മഹാബലിയുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ ഓണാട്ടുകരയുടെ കാര്യം പറയുന്നതിന്. ഓണാട്ടുകരയിലെ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കളികളാണ്. നാട്ടുമ്പുറങ്ങളിലെ ഓരോ വീടിന്റെ മുറ്റങ്ങളിൽ ആ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരും കൂടി ഒന്നിച്ചു വന്നിരുന്നിട്ട് അത് കൈകൊട്ടി കളികളാവാം, തിരുവാതിരയാവാം, പൂവിടലാവാം, തുമ്പിതുള്ളലാവാം, ഇങ്ങനെ തൂപ്പുകളി, ഇങ്ങനെ പ്രാദേശികമായ ഒരുപാട് കളികളുണ്ട്. ഓണക്കളിയിലെ കസേരകളിയാണോ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലെ കസേരകളിയാണോ ബുദ്ധിമുട്ട്? രാഷ്ട്രീയത്തിൽ ഞങ്ങൾ കസേരകളിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ എടുത്ത് ഞങ്ങൾ കസേരകൾ കാണുന്നതേ ഉള്ളൂ. ഞങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള കളികൾ കാണുന്ന കളികളില്ല. എല്ലാവരെയും ഓരോരുത്തരെയും അവർ നിശ്ചയിക്കുകയാണല്ലോ. അല്ലാതെ അതിനുവേണ്ടി പ്രത്യേക സമ്മർദ്ദങ്ങൾ, അത്തരം കാര്യങ്ങളിൽ അതിനങ്ങോട്ട് നീങ്ങുന്നു, വേറെ ആളോട്ട് പറയിക്കുന്നു, അങ്ങനത്തെ പരിപാടി ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറമേ നിന്നത് കാണുന്നത് മാത്രമേ ഉള്ളൂ മറ്റുള്ള ഇടങ്ങളിലാണ്. ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് മിനിസ്റ്റർ? എൻ്റെയൊക്കെ ബാല്യ കൗമാര കാലങ്ങളിലെ ഈ ഓണക്കളികളും ഈ രീതിയിലെല്ലാം മാറിക്കഴിഞ്ഞു. വിശാലമായ മുറ്റങ്ങളുള്ള വീടുകൾ മാറി, വസ്തുക്കളെല്ലാം വീതം വെച്ചൊക്കെ പോകുന്നൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെല്ലാം മാറ്റം വന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ വീട്ടുമുറ്റങ്ങളിലെ കളികളെല്ലാം ഏതാണ്ട് നിന്നു. ക്ലബ്ബുകളും മറ്റുമായിട്ട് അതിനെ അങ്ങ് മാറുന്ന തരത്തിലേക്ക് എത്തി. ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ആ തരത്തിലൊരു വലിയ ചേഞ്ച് അങ്ങനെയുണ്ട്. ശിവചേട്ടൻ പറഞ്ഞൊരു കാര്യം വളരെ ശരിയായിരുന്നു. ഈ ഓണസദ്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊതിയോടെ ഞങ്ങളെ കാത്തിരിക്കുന്നത്. കല്യാണങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു സദ്യ അതേപോലെ നമുക്ക് പിന്നെ കിട്ടുന്നത് ഓണത്തിന് മാത്രമാണ്. ഇപ്പം മിക്കവാറും എല്ലാ ഹോട്ടലിലും സദ്യയാണ് നിൽക്കുന്ന തരത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം സദ്യ ഒരു അങ്ങനെ ഒരു പ്രത്യേകമായ താല്പര്യമുള്ളതെന്നല്ല മാറിയിട്ടുണ്ട്. ഈ ഇല്ലായ്മയുടെ ഒരു നാട്ടിലാണ് ഓണം കുറച്ചുകൂടി. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ കർക്കിടകം വരുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇതാണ്. പഞ്ഞക്കർക്കിടകം ശരിക്കും അനുഭവിച്ചതാണ് ഞങ്ങളെ. അത് കഴിഞ്ഞ് ചിങ്ങമാവുന്നു പറയുമ്പോൾ തന്നെ നമുക്കതിന് മനസ്സിൽ തന്നെ ഒരു ഇതുണ്ട്, ഓ കഷ്ടപ്പാട് മാറി. അപ്പോൾ അങ്ങനെ മാറി വരുന്ന അവസരത്തിലാണ് ഈ പറയുന്ന വിഭവസമൃദ്ധമായൊരു സദ്യ, പിന്നെ പുതിയ വസ്ത്രങ്ങൾ കിട്ടുന്നു. പ്രസാദം അത്ര ദാരിദ്ര്യം ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും നമുക്കൊക്കെ അത് നല്ലവണ്ണം ഈ കർക്കിടകത്തിന്റെ ബുദ്ധിമുട്ട് ശരിക്കും ഞങ്ങൾ അനുഭവിച്ച. നമുക്ക് ഇല്ല, പ്രദേശം മാത്രമല്ല, നമുക്കൊരു നമ്മൾ സദ്യക്കൊന്നും വിളമ്പുന്നത് മുഴുവൻ കഴിക്കണം, കഴിക്കാതിരിക്കാൻ നോക്കില്ല. 1 മണി ചോറ് താഴെ പോയാൽ അതെടുത്ത് കഴിക്കുമായിരുന്നു വീടുകൾക്കാണെങ്കിൽ. ഒരാടെ ഇലയിൽ നിന്ന് അല്പം പോലും ഭക്ഷണം പുറത്തു പോവില്ല. വിളമ്പുന്നവർക്കും അറിയാം ഇയാൾ അത്ര കഴിക്കും, അങ്ങനെ വിളമ്പുള്ളൂ. ഇപ്പൊ അങ്ങനല്ല, ചുമ്മാ ഇന്നസെന്റ് വിളമ്പിയ പോലെ വിളമ്പരുതെന്നാണ് പറഞ്ഞത് അർത്ഥം അല്ലേ? ഇപ്പൊ ചിലർ വിളമ്പുന്നത് കണ്ടാൽ അങ്ങനെയും തോന്നും അല്ലേ? അപ്പം മിനിസ്റ്ററെ, ഈ 5 വർഷമാവുന്നു. അപ്പോൾ ഈ ഇത്രയും കാലത്തിനിടയിൽ ജീവിതത്തിൽ വാമനന്മാരെ പ്രത്യേകിച്ച് ഭരണത്തിന്റെ സർക്കിളുകളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും നമ്മളെ ചവിട്ടിത്താഴ്ത്താനില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു വലിയ വാമനനെ ഇപ്പം ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. രാഷ്ട്രീയത്തിലല്ലേ പോലും, അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഞങ്ങൾ ഇന്നും ആലോചിച്ചിട്ടിരിക്കുകയാണ്. 2601 കോടി രൂപയാണ് നെല്ലിൻ്റെ പൈസ മാത്രം കിട്ടാനുള്ളത്. നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ വട്ടം ശ്രമിക്കുമ്പോഴും അങ്ങനെ താഴാത്ത മഹാബലിയാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത്. തല ഉയർത്തി പിടിച്ചാൽ വെച്ചു കൊടുക്കാൻ പറ്റത്തില്ല.